അടുത്ത ഒരു ചോദ്യം. അടുത്ത ചോദ്യം ഏതാ? MT വാസുദേവൻ നായർ ഹാസ് റിട്ടൺ രണ്ടാം ഊഴം. എന്നാ ഊഴനായി പോയി. അവിടെ എന്ത് വരണം? എം വരണം അല്ലേ? ആ ശരി. അവർ രണ്ടാം ഊഴം MT വാസുദേവൻ നായർ ഇപ്പോഴും ഉണ്ടോ? ഇല്ല, മരണപ്പെട്ടു. അപ്പോ ഈ ക്വസ്റ്റ്യന്റെ ടെൻസ് നോക്കണം. ഇവിടെ ടെൻസ് നോക്കാൻ നമ്മൾ എന്താ നോക്കേണ്ടത്? വെർബ്. വെർബ് ഇവിടെ ഏതാ? ഹാസ് റിട്ടൺ. ഹാസ് റിട്ടൺ എന്ന് പറയുമ്പോൾ എന്ത് ടെൻസ് ഫോമാണ്? ഹാസ് റിട്ടൺ ഏത് ടെൻസ് രൂപമാണ്? പറയൂ പറയൂ, കുറച്ച് പറയൂ. പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ്. അപ്പോൾ പെർഫെക്റ്റില് വോയിസ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ ആരെ കൂടെ ഉപയോഗിക്കണം? ബി എന്ന വെർബിന്റെ മൂന്നാമത്തെ രൂപം. അതാരാ? ബീൻ. ആരെ ഉപയോഗിക്കണം? ബീൻ. അപ്പോൾ ഹാസ് ബീൻ, ഹാവ് ബീൻ എന്ന് ഉപയോഗിക്കണം. അപ്പോൾ അത് പ്രസന്റ് പെർഫെക്റ്റിലോട്ടാകും. ഹാഡ് ബീൻ ഉപയോഗിക്കുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആകും. പറഞ്ഞ് മനസ്സിലായല്ലോ? അപ്പോൾ ഇതിന്റെ ഓബ്ജക്റ്റ് നോക്കാം. നോക്കൂ, എഴുതി. എന്താ എഴുതിയത്? രണ്ടാം ഊഴം. ഇതിന്റെ കൂടെ നമുക്ക് എഴുതാം എ നോവൽ അല്ലെങ്കിൽ ദ നോവൽ എന്നൊക്കെ എഴുതാം. വേണ്ട, നോക്കൂ, ആൻസർ അങ്ങനെ എഴുതാം. രണ്ടാം ഊഴം. രണ്ടാം ഊഴം. രണ്ടാം ഊഴം. രണ്ടാം ഊഴം. അടുത്ത വെർബ് ഇവിടെ എന്താ നടക്കുന്നത്? പ്രസന്റ് പെർഫെക്റ്റ്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് തന്നെ പാസീവ് ആക്കാൻ ആരെ കൂടെ ഉപയോഗിക്കണം? നൈഫ്. ബീൻ. ആരെ ഉപയോഗിക്കണം? ബീൻ. അപ്പൊ ഇതെങ്ങനെ ആൻസർ എഴുതും? ഹാസ് ബീൻ. അതാ ഹാവ് ബീൻ അവിടെ വരേണ്ടത്. ഹാസ് ബീൻ. എന്തുകൊണ്ടാ? ഇവിടെ ഹാസ് വന്നത് കൊണ്ടാണോ ഇവിടെ ഉപയോഗിച്ചത്? ഹാസ് അല്ല. ഇവിടുത്തെ ഓബ്ജക്റ്റ് എന്തായതുകൊണ്ട്? സിംഗുലർ. അതുകൊണ്ട് ഇവിടെ ഹാസ് എഴുതിയത്. ഇവിടുത്തെ ഓബ്ജക്റ്റ് പ്ലൂറൽ ആയിരുന്നെങ്കിലോ ഹാവ് എഴുതുമായിരുന്നു. പറഞ്ഞ് മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതും? രണ്ടാം ഊഴം ഹാസ് ബീൻ. ഇനി വെർബ് ഏതാ? റിട്ടൺ. പെർഫെക്റ്റിൽ വരുന്ന വെർബ് എങ്ങനെ തന്നെ എഴുതണം? അതേപോലെ തന്നെ ഉപയോഗിക്കുന്നു. കാരണം എന്താ? അവിടുത്തെ വെർബ് തേർഡ് ഫോം ആണ്. അപ്പൊ ഹാസ് ബീൻ റിട്ടൺ. ഇനി ഇവിടെ എന്തേ ഉള്ളൂ? സബ്ജക്റ്റ്. അതെന്താണ്? നൗൺ ആണ്. അതിനാൽ അവിടെ ആ നൗണിനെ അതുപോലെ എഴുതണം. ബൈ എന്താ? MT വാസുദേവൻ നായർ. അതിന് മുമ്പ് നമുക്ക് ശ്രീ എന്നൊക്കെ ഉപയോഗിക്കാം കേട്ടോ. MT വാസുദേവൻ നായർ. വാസുദേവൻ നായർ. മനസ്സിലായല്ലോ? ഈ ചോദ്യം എങ്ങനെയാണ് ആൻസർ ചെയ്തത്? മനസ്സിലായല്ലോ?